നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സർക്കാരിനും ഇഡിക്കും ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി. 9ാം പ്രതി ഹരീഷ് കുമാറിന്റെ ജാമ്യം റദ്ദാക്കില്ലെന്ന് കോടതി ആവർത്തിച്ചു പറഞ്ഞു. തിരുവനന്തപുരം സെഷൻസ് കോടതി വിധിയിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിക്കുകയും ചെയ്തു. മറ്റ് 24 പ്രതികൾക്കും ജാമ്യം ലഭിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. മറ്റ് പ്രതികൾക്ക് ഏർപ്പെടുത്തിയ ജാമ്യ വ്യവസ്ഥ ഹരീഷ് കുമാറിനും ബാധകമാക്കി. സർക്കാരിന്റെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വസതിയിൽ മെയ് 27-നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇഡി സംഘത്തെ 8 മണിക്കൂറോളം നീണ്ട മിന്നൽ പരിശോധന നടത്തിയത്. അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയും CMRലും തമ്മിലുള്ള മാസപ്പടി ഇടപാടുകളിലെ കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായായിരുന്നു ഇത്. മാസപ്പടി കേസിലെ ഇഡി അന്വേഷണത്തിനുള്ള നിയമപരമായ തടസ്സങ്ങൾ ഹൈക്കോടതി നീക്കിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു റെയ്ഡ് കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് മടങ്ങിയ സാഹചര്യത്തിലാണ് CPM നേതാക്കൾ വളഞ്ഞത്. CPM മാത്രമല്ല, DYFI, SFI പ്രവർത്തകർ കല്ലുകൾ, ഇഷ്ടികകൾ, മരക്കഷ്ണങ്ങൾ എന്നിവ കൊണ്ട് കാറുകൾ ആക്രമിക്കുകയായിരുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിട്ടുണ്ട്. കേസിന്റെ ഗൗരവവും ഗൂഢാലോചനയും കണക്കിലെടുത്താണ് കൂടുതൽ SIമാരെയും CPOമാരെയും ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉന്നത CPM നേതാക്കളുടെ ചോദ്യം ചെയ്യലിനാണ് അന്വേഷണ സംഘത്തിന്റെ ആലോചന എന്ന് വ്യക്തമാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയി, മുഖ്യമന്ത്രി V ശിവൻകുട്ടി എന്നിവർക്ക് അടുത്ത ആഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകും. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നും ആക്രമണത്തിന് പിന്നിൽ ആസൂത്രിത ഇടപെടലുകളോ പ്രേരണയോ ഉണ്ടോ എന്നുമാണ് പ്രത്യേക സംഘം അന്വേഷിക്കുന്നത്. CPM നേതാക്കളുടെ ഫോൺ കോളുകളുടെ സൈബർ ഫോറൻസിക് പരിശോധനാ ഫലമായിരിക്കും കേസിൽ നിർണായകമാവുക. ആക്രമണം നടന്ന സമയത്തും അതിനു മുൻപും നടന്ന ആശയവിനിമയങ്ങൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ലുക്കൌട്ട് നോട്ടീസ് നിലവിലുണ്ടായിരുന്ന 27ാം പ്രതി ആദർശും പിടിയിലായി. വിദേശത്ത് നിന്ന് ഇന്ന് രാവിലെ ചെന്നൈ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോഴാണ് ഇയാൾ അറസ്റ്റിലായത്. പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നതിനായി മ്യൂസിയം പോലീസ് സംഘം ചെന്നൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേസമയം കേസിൽ ഉൾപ്പെട്ട പ്രധാന പ്രതികളിൽ ഒരാളായ പാളയം സന്തോഷ് ഇപ്പോൾ ഒളിവിലാണ്. ഇയാൾക്കായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അന്വേഷണ സംഘത്തെ പുനഃക്രമീകരിക്കാൻ കാരണം ഗൗരവതരം തന്നെയാണ്. കേസിന്റെ ഗൗരവവും ഗൂഢാലോചനയും കണക്കിലെടുത്താണ് നടപടി. 30 അംഗ അന്വേഷണ സംഘത്തെ 14 അംഗങ്ങൾ ഉൾപ്പെടുന്ന അന്വേഷണ സംഘമായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ജനറൽ ട്രാൻസ്ഫർ വന്നതോടുകൂടി ഇതിൽ 4 പേരെ ഒഴിവാക്കുകയും പകരം 4 പേരെ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കേസിൽ ഉന്നത CPIM നേതാക്കളെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയി, മുൻ മന്ത്രി V ശിവൻകുട്ടി എന്നിവർക്ക് അടുത്ത ആഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകും. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നും ആക്രമണത്തിന് പിന്നിൽ ആസൂത്രിത ഇടപെടലുകളോ പ്രേരണയോ ഉണ്ടോ എന്നുമാണ് പ്രത്യേക സംഘം അന്വേഷിക്കുന്നത്. CPIM നേതാക്കളുടെ ഫോൺ കോളുകളുടെ സൈബർ ഫോറൻസിക് പരിശോധന നടത്തുമെന്നും ആക്രമണം ഉണ്ടായ സമയത്തും അതിനു മുൻപും നടന്ന ആശയവിനിമയങ്ങൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. കേസിൽ ഇതുവരെ 26 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നും ഇനിയും കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു. CMRൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ കഴിഞ്ഞ മെയ് 27-നും ഇഡിയുടെ മിന്നൽ പരിശോധന നടക്കുകയുണ്ടായി. വീണ T പ്രതിയായ കേസിൽ പിതാവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വസതിയിലടക്കമായിരുന്നു റെയ്ഡ്. മകൾ പ്രതിയായ കേസിൽ പിണറായി വിജയനെ ലക്ഷ്യം വെക്കുന്നുവെന്നായിരുന്നു CPIMന്റെ ആരോപണം. രാവിലെ ആരംഭിച്ച റെയ്ഡ് 8 മണിക്കൂറോളം നീണ്ടുനിന്നു. ഈ സമയത്തത്രയും പിണറായി വിജയന്റെ വസതിക്ക് പുറത്ത് CPIM പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. റെയ്ഡിന് ശേഷം ഇഡി ഉദ്യോഗസ്ഥർ മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം നടന്നത്. ആദ്യം മ്യൂസിയം പോലീസായിരുന്നു കേസ് അന്വേഷിച്ചിരുന്നത്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേസ് പിന്നീട് പ്രത്യേക സംഘത്തിന് വിട്ടു നൽകുകയായിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഉന്നതതല ഉദ്യോഗസ്ഥർ ഈ പറയുന്ന CPM നേതാക്കളെ ചോദ്യം ചെയ്യാൻ തന്നെയാണ് തീരുമാനം നടക്കുന്നത് എന്ന് വ്യക്തമാകുന്നു. ഏതായാലും തിരിച്ചടി ഉണ്ടാകുന്നു. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നീക്കങ്ങൾ അതീവ ശക്തമാവുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ നോക്കാം എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്ന്. എന്തായാലും പാർട്ടി ശക്തമാണ്, ഒപ്പം ആഭ്യന്തരമന്ത്രിയും. കാരണം EDയെ ആക്രമിച്ച കേസ് വളരെ ഗൗരവമുള്ള കേസാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ആ പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി ഒത്തുകളിച്ച പ്രോസിക്യൂട്ടറെ എങ്ങനെ തലസ്ഥാനത്തുനിന്ന് മാറ്റാമെന്നുള്ളത് ഞങ്ങൾ ആലോചിക്കുകയാണ്. അവർക്ക് പകരം ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ച് കേസ് നടത്താൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും AGയും നിർദ്ദേശിച്ചിരിക്കുകയാണ്.
ഉണ്ടായ ആരോപണത്തിനെ സംബന്ധിച്ച് SHOയെ തന്നെ വിളിച്ചു വരുത്തി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുകയും അതിലൊരു സ്പെഷ്യൽ പ്രോസിക്യൂഷൻ്റെ ആവശ്യം അദ്ദേഹത്തിന് തോന്നുകയും ചെയ്ത അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ 2015-16 കാലഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലാ ഗവൺമെൻറ് പബ്ലിക് പ്രോസിക്യൂട്ടറുമായിരുന്നു. കൂടാതെ പല കേസുകൾക്കും സ്പെഷ്യൽ പ്രോസിക്യൂഷൻ നടത്തിയിട്ടുണ്ട്. ഈ ഒരു കേസിൻ്റെ പ്രാധാന്യം വെച്ച് നോക്കുമ്പോൾ അതിൽ ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാകാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. ഒരു പ്രതിക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും മറ്റു പ്രതികൾക്ക് ജാമ്യം കൊടുക്കണം എന്നുള്ളൊരു ഗൈഡ് ലൈൻസ് ഉണ്ടായിട്ടുണ്ട് സുപ്രീം കോടതിയിൽ. പക്ഷേ അതിനകത്തൊരു വ്യത്യാസമുണ്ട്. സുപ്രീം കോടതിയിലെ ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻസിന് ഒരു പ്രതിക്ക് ജാമ്യം കിട്ടി എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും ജാമ്യം കിട്ടണമെന്നില്ല. ഒരു പ്രതിക്ക് ജാമ്യം കിട്ടിയതിനേക്കാളും ലെസർ ഒഫൻസാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിനേക്കാളും കുറഞ്ഞ ഒഫൻസ് ആണെങ്കിൽ മാത്രമേ അത് പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ആ കേസിൻ്റെ ജാമ്യം കൊടുത്ത കേസിന് ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ക്യാൻസലേഷൻ ബെയിലിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. 4 പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള ജാമ്യാപേക്ഷയുടെ ആ വാദത്തിന് വേണ്ടിയിട്ട് EDയുടെ വക്കീലും ഹാജരാകുന്നുണ്ട്, ഇംപ്ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ അതിനുവേണ്ടിയാണ് ഇരുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ ആ ജാമ്യാപേക്ഷ എതിർക്കുന്നതിന് വേണ്ടി എന്നെ ചുമതലപ്പെടുത്തി അനുസരിച്ചിട്ട് എതിർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ശക്തിയുക്തം എതിർക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇനോമാരി അവിടെ എന്ത് സംസാരിച്ചു എന്നില്ലെങ്കിൽ എന്ത് വാദം പറഞ്ഞു എന്നോ അതിന്മേൽ മെയിൽ ഉത്തരവ് കാണാൻ എനിക്കിടയായിട്ടില്ല. പോലീസ് റിപ്പോർട്ടിൽ എന്തായിരുന്നു എന്ന് ഞങ്ങൾക്ക് കാണണം. പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് പ്രോസിക്യൂഷന് പറയേണ്ടത് ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയും ഇനി എന്തെങ്കിലും കണ്ടെത്താനുണ്ടോ, കണ്ടെടുക്കാനുണ്ടോ, റിക്കവറി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. ഞാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരിക്കുമ്പോഴും ആര് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരിക്കുമ്പോഴും നമ്മൾ ജാമ്യാപേക്ഷ എതിർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആർക്കും ജാമ്യം കൊടുക്കണമെന്ന് നമ്മൾ വാഗുകൊണ്ട് പറയില്ല. ജാമ്യം കിട്ടുന്ന വകുപ്പാണെങ്കിലും മേ ബി ഈവൻ ബെയിൽ മേ ബി ഗ്രാൻഡ് സബ്ജക്ട് ടു സ്ട്രിഞ്ചന്റ് കണ്ടീഷൻ എന്നെങ്കിലും പറയും, കണ്ടീഷൻ വെച്ചു. അപ്പോൾ അത്തരത്തിൽ പറയേണ്ട ഒരു കാര്യമാണ് സാധാരണഗതിയിൽ പ്രോസിക്യൂഷൻ അനുവർത്തിച്ച് വരേണ്ടത്. ഇതിനെന്ത് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഈ 9-ാം പ്രതിക്ക് ജാമ്യം കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് ആരോപണങ്ങൾ പറയുന്നത് ശരിയാണോ എന്ന് ഞാൻ നാളെ പരിശോധിക്കുന്നുണ്ട്. എന്തെങ്കിലും വീഴ്ച പ്രോസിക്യൂഷന് പറ്റിയതായിട്ട് നിയമപരമായി തോന്നിയാൽ ആ വീഴ്ചയെ റെക്ടിഫൈ ചെയ്യാനോ റിവ്യൂ ചെയ്യാനോ എനിക്ക് കഴിയില്ല. പക്ഷേ അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള നിയമ പ്രീസിഡൻസ് എന്ന് പറയുമല്ലോ നമ്മുടെ സുപ്രീം കോടതി മറ്റൊന്ന്, അതെനിക്ക് പഠിക്കേണ്ടി വരുന്നു. ഏത് സാഹചര്യത്തിലാണ് 9-ാം പ്രതിക്ക് എന്തായിരുന്നാലും ഈ കേസിനെ സംബന്ധിച്ചോളം 9-ാം പ്രതിക്ക് ജാമ്യം കിട്ടി എന്ന് പറയുന്നത് ആ കേസിൻ്റെ പൊതുവെയുള്ള ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കുന്ന കാര്യമാണെന്നുള്ളതിന് അതിന് തർക്കമില്ല. പക്ഷേ ഇത്തരം കേസുകളിൽ ഒരു കാരണവശാലും, കാരണം ഒരു ED ഉദ്യോഗസ്ഥനെ ആക്രമിക്കുന്നു വെച്ചാൽ ഡ്യൂട്ടിക്ക് തടസ്സം വരുന്ന രീതിയിൽ വെറും തടസ്സമല്ല ആക്രമണം നടത്തി എന്നുള്ള തെളിവോടുകൂടിയ കേസാവുമ്പോൾ ഒരു കാരണവശാലും അത് ജാമ്യം അനുവദിക്കാൻ പാടില്ലായിരുന്നു എന്ന ബോധമാണ് ഒരു പ്രോസിക്യൂട്ടറിൻ്റെ മൈൻഡിൽ കൂടെ എനിക്ക് വരുന്നത്. ബെയിൽ ക്യാൻസലേഷന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിലേക്ക് ഡയറക്ടർ ജനറൽ പോകുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇനിയുള്ള 4 കേസിനും അതിശക്തമായി വാദം പറയാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്.